കുറ്റപത്രം ജനങ്ങൾക്ക് പരിശോധിക്കാൻ നൽകുന്നതടക്കമുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് അതിന് അനുകൂലമായ വികാരം സംസ്ഥാനത്തുടനീളം ഉണ്ടാക്കാനുള്ള പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഇത് സുബ്രഹ്മരാജ് പറഞ്ഞത് ഈ വിഷയത്തിൽ PDP മാത്രമല്ല മറ്റൊരു മുസ്ലിം സംഘടനകൾ, പിന്നോക്ക സംഘടനകൾ, ദളിത് സംഘടനകൾ തുടങ്ങി നിരവധി സംഘടനകളുടെ പിന്തുണയോടെ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോലും ഈ സമരം വ്യാപിപ്പിക്കുവാൻ PDP ആലോചിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചെയർമാൻ അബ്ദുൽ നാസർ മദനി വാർത്താസമ്മേളനത്തിൽ ഹാജരാക്കിയ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന്റെ യാത്രകൾ സംബന്ധിച്ച് തയ്യാറാക്കിയ രേഖകളും കുറ്റപത്രത്തിന്റെ ഭാഗത്തുമെല്ലാം ജനങ്ങൾക്ക് പരിശോധിക്കുവാനുള്ള സൗകര്യമൊരുക്കിക്കൊണ്ട് ഈ സമരം കൂടുതൽ നേരിടാലോചിക്കുന്നത്. കോടതി വിധിക്ക് ശേഷമുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് വിചാരിക്കേണ്ടതുണ്ടല്ല സംഘത്തിനാണ്. You have to decide the duty. They have to pay all the materials, they have to pay all the customs, involved in this case, and whatever the materials is relevant in this case. It is the duty of the investigation. It is accepted. What they have done? Yeah, I have not gone in detail. Let's inside the army. First, they have to do ഉപരാഷ്ട്രപതി കണ്ണൂരിൽ എത്തുന്നതിനാൽ പരിശോധന കർശനമാക്കിയപ്പോഴാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത്. കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ പിടിച്ചത്. രാവിലെ 11 മണിയോടെ തലശ്ശേരിയെത്തിയ ബസ്സിൽ സംശയകരമായ സാഹചര്യത്തിൽ ശാസ്ത്രത്തിൽ വന്ന പോലീസുകാരൻ എടക്കാട് പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയായിരുന്നു.